ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 104% താരിഫ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് ടൈം കൊണ്ടാണ് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. എങ്കിലും ഫസ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ഡംപിങ് ഇന്നും നമ്മൾ പറയുന്നത് ആൻറ്റി ഡംപിങ്. ചൈനയുടെ പ്രൊഡക്റ്റ് ചൈനയിൽ പോകാതിരിക്കുമ്പോൾ അത് റൊട്ടേഷൻ ചെയ്ത് അത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ യൂറോപ്പ് രാജ്യങ്ങൾക്കും ഇത് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് പ്രൈസ് ഡിസ്കൗണ്ട് പ്രൊഡക്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. അത് മാർക്കറ്റിനെ എല്ലാ രാജ്യത്തെയും അതത് രാജ്യങ്ങൾ അവിടുത്തെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ഷീണം ഉണ്ടാക്കും ആ രാജ്യത്ത്. അപ്പോൾ അതിനൊക്കെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് വെച്ച് ഇതിനെ മുന്നോട്ട് പോയി. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ക്ലാരിറ്റി ഇല്ല. എന്തായാലും ആ ന്യൂസുകളൊക്കെ നമുക്ക് നല്ലതാണോ ചീത്തയാണോ? നെഗറ്റീവാണ് അല്ലേ? നെഗറ്റീവാണ്. ആ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയാണ് ഏകദേശം 250 പോയിൻ്റ് മാർക്കറ്റ് ഇന്ന് 250 പോയിൻ്റോളം പൊട്ടിയിട്ടാണ് ഓപ്പൺ ആവുന്നതെന്ന് പറയാം. അത് നമുക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് RBI പോളിസിയാണ്. RBI പോളിസിയിൽ പ്രധാനമായിട്ട് വരാൻ പോകുന്നത് മിക്കവാറും 25 BPS കട്ട് ചെയ്യും. 25 BPS കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു ന്യൂസിൻ്റെ ഹാപ്പിനെസ് മാർക്കറ്റിനുണ്ടാവും. ഇൻഡസ്ട്രിയൽ കമ്പനികൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഡെവലപ്പ് ആവുമെന്ന് ഉറപ്പില്ല. ഏകദേശം ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഡൗൺ ഓപ്പണിങ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക, ഒരു 250 പേര് താഴത്തേക്ക് ഡൗൺ ഓപ്പൺ ചെയ്തു. RBI പോളിസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഈ റേഞ്ചിൽ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റേഞ്ചിൽ പിടിച്ച് നിർത്തിയിട്ട് പതുക്കെ ഒന്ന് ഉയർത്തും. ഉയർത്തി 25 BPS എന്നുള്ള പോസിറ്റീവ് ന്യൂസ് വരും. 25 BPS ന്യൂസ് വരികയാണെങ്കിൽ BPS ന്യൂസ് വന്നു എങ്കിലും ചിലപ്പോൾ 25 BPS ന്യൂസിൻ്റെ മുകളിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ചിലപ്പോൾ കയറണമെന്നില്ല. ഞാൻ അതാണ് ക്ലയൻസിനോട് എല്ലാവരും പറയാൻ പോകുന്നത്. ഈ 25 BPS ന്യൂസ് ഗുഡ് ന്യൂസ് ആയാൽ പോലും ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് കയറുന്നില്ല. അതിന് നെഗറ്റീവ്സിന് വീണ്ടും കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, അടുത്ത് കണ്ടിന്യൂസ് വരുന്ന മാർക്കറ്റിൽ മുടക്കുകളാണ്. എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ നമുക്ക് മാർക്കറ്റില്ല, ഫ്രൈഡേ മാത്രമേ ഉള്ളൂ, പിന്നെ മൺഡേ ഇല്ല. അപ്പോൾ ഇത്രയും ദിവസങ്ങളിലേക്ക് ഒരു ലോങ് എടുത്ത് കൊണ്ടുപോകുമ്പോൾ അമേരിക്കൻ മാർക്കറ്റിലും അതുപോലെ ട്രംപിൻ്റെയൊക്കെ ഇഷ്യൂസുകൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഇത്രയും ദിവസം ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും അതൊരു ഒരു സൈഡ് വേസ്, അപ്പോൾ സൈഡ് വേസിലേക്ക് അല്ലെങ്കിൽ പൊസിഷൻ കൂൾ ഓഫ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൂൾ ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കപ്പോഴും ഷെയർ കൂൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് അത് ചെറിയ സ്ലൈഡ് ഡൗണിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ ഒരു ഐഡിയ 25 BPS കൂട്ടിയാലും കുറച്ചാലും ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ചിലപ്പോൾ മാർക്കറ്റിൽ വരണമെന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ വീക്ക്നെസ് ആയിരിക്കും മാർക്കറ്റിന് ഈ 25 BPS കൊണ്ടുണ്ടാവാൻ സാധ്യത. ഈ കാലത്ത് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ 25 BPS ഉണ്ട് എന്നുള്ള ബെനിഫിറ്റിലായിരിക്കും കുറച്ച് മുന്നോട്ട് കയറുന്നത് തന്നെ. നിങ്ങൾ ഓപ്ഷൻ മാർക്കറ്റിൽ കളിക്കുന്നവരെ സംബന്ധിച്ച് നല്ല സമയമാണ്. രണ്ട് സൈഡിലേക്കും കളിക്കാം. ഫ്യൂച്ചറിൽ നമുക്കറിയാം മുകളിലേക്ക് പോകാനുള്ള അളവ് കുറവാണ്, പക്ഷേ താഴത്തേക്ക് വരാനുള്ള അളവ് കൂടുതലുമാണ്. അപ്പോൾ ഫ്യൂച്ചർ കളിക്കുന്നവരെ സംബന്ധിച്ച് 2 ഫ്യൂച്ചർ മുകളിലേക്ക് ഒരു 10 മണി വരെ കളിക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ 10 ഫ്യൂച്ചർ 10 മണിക്ക് ശേഷം താഴത്തേക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത് പുതിയൊരു കാര്യം ഇറക്കുമതി ചെയ്തിട്ടാണ് ട്രംപ്. ഫാർമ സ്റ്റോക്സിലും ഇതേപോലത്തെ താരിഫ് വരാൻ പോകുകയെന്ന് കേട്ടു. അപ്പോൾ ഫാർമ സ്റ്റോക്സിൽ ഹോൾഡ് ചെയ്യുന്ന അത് വലിയ കുഴപ്പമില്ലാത്തതാണ്, വലിയ റിസ്ക് ഇല്ലാത്ത എന്നുള്ള ലെവലിൽ നിന്ന് ആ സെക്ടറിനാണ് ഇന്നലെ അടിയേറ്റേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫാർമ സെക്ടറിൽ ഷെയർസ് ഉള്ളവരെ സംബന്ധിച്ച് ഈ ഫാർമ സെക്ടർ കുറച്ച് റിസ്ക്കിയായി. കാരണം ഇതും ഇമ്പാക്റ്റ് ചെയ്യും മാർക്കറ്റിനെ. മൾട്ടിനാഷണൽ കമ്പനികളാണ് കൂടുതലും ഫാർമയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനി മാത്രമല്ല, മൾട്ടിനാഷണൽ ഇന്ത്യൻ കമ്പനികളാകുമ്പോൾ എന്ത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടിയും ചിലപ്പോൾ റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കമ്പനികളും നമുക്ക് ഫാർമ കമ്പനികളിൽ ഇന്നൊരു സെല്ലിങ് സാധ്യതയും കൂടുതലാണ്. ഫാർമ പൊസിഷൻസ് ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നല്ല പ്രോഫിറ്റിലുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പ്രോഫിറ്റ് ട്രേഡിംഗ് എന്നുള്ള നിലയിൽ ഡിക്സൺ ടെക് നല്ലതാണ്. ഗവൺമെൻറ് വളരെയധികം ബെനിഫിറ്റ് ഇൻസെൻറ്റീവൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് ഈ മേഖലകളിലൊക്കെ. അപ്പോൾ ഡിക്സൺ ടെക് അതുപോലെ ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പോകുന്നു. പല വിധകത്തകാലം ഡിക്സൺ ടെക്നോളജിക്ക് ബെനിഫിറ്റ് ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ട്രേഡിംഗ് ബേസിൽ കാണാവുന്ന കൗണ്ടറായിരിക്കും ഡിക്സൺ ടെക്.
കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഞാൻ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം പറയുന്നത് ഒന്ന് 8 മണിക്ക് 8 AM 129 പോയിൻ്റാണ് ഡൗൺ ഉള്ളൂ. അതുതന്നെയാണ് പറഞ്ഞത്. ഇത്ര വലിയ 250 പോയിൻ്റ് 250 വന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും ഓൾമോസ്റ്റ് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്നുണ്ടെങ്കിൽ 25 BPS ഒരു ഗുഡ് ന്യൂസ് ആയിട്ടായിരിക്കും മാർക്കറ്റ് എടുക്കുക. 25 BPS കുറയ്ക്കും എന്ന് പറയുന്ന ഗുഡ് ന്യൂസ് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിക്കവറിക്ക് സാധ്യതയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ റിക്കവറിക്ക് മുന്നിലേക്ക് സാധ്യത ചിലപ്പോൾ ഇവിടുന്ന് കയറാൻ പോകുന്നത് ചിലപ്പോൾ 100 പോയിൻ്റ് അങ്ങനെ ആയിരിക്കും ഇവിടുന്ന് കണ്ടിന്യൂസ് കയറാൻ പോകുന്നത്. 100-200 പോയിൻ്റ് ആയിരിക്കും. അതിൽ ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ച് കൂടുതലും ഒരു 300 പോയിൻ്റോ 400 പോയിൻ്റോ കയറാം. പക്ഷേ ഇതെത്ര കയറിയാലും എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഈ ചെരിഞ്ഞ് വരുന്ന അവസ്ഥയായിരിക്കും, ഇങ്ങോട്ട് താഴ്ത്തിക്ക് വരും. അപ്പോൾ ന്യൂസ് വന്നാലും അതത്ര ഇമ്പാക്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫാർമ സെക്ടർ ഒന്ന് ശ്രദ്ധിക്കാം, അതിൽ നെഗറ്റീവ്സ് വരുന്നത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് വരുന്നത് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ബാങ്ക് നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് സെല്ലിംഗ് ട്രബിൾ സ്റ്റാർട്ടാവും. സെല്ലിംഗ് വന്നത് ഒരു ഹെവി കറക്ഷൻസ് ഒന്നും വരണമെന്നില്ല, ഒരു ആവറേജ് ട്രേഡിംഗ് സെല്ലിംഗ് ആണ് വരാൻ പോകുന്നത്. മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് നിൽക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ എങ്കിലും നമുക്ക് പോസിറ്റീവ് ട്രെൻഡിൽ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ട്രെൻഡ് ബിസിനസ് ചെയ്യുന്നതല്ലേ എന്നുള്ള തോന്നൽ ഇവിടെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. താങ്ക് യു, ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.